ഒരു സ്റ്റോപ്പ് ഇഫക്റ്റ് ഉണ്ട്. പക്ഷേ അപ്പോൾ പോലും ആത്മവിശ്വാസമുള്ള ഒരു ലാലു പ്രസാദ് യാദവാണ്. സത്യത്തിൽ അദ്ദേഹത്തിന് തിരിച്ചുവരവിനുള്ള ഒരു അവസാനത്തെ സാധ്യതയാണ്. കുറേ വർഷത്തെ രാഷ്ട്രീയ തിരിച്ചടികൾക്ക് ശേഷം, സത്യത്തിൽ രാഷ്ട്രീയ ഗ്രഹണത്തിന് ശേഷം തിരിച്ചു വരാനുള്ള സാധ്യതകൾ, ആവേശം പകരുന്ന ഒരു ലാലു പ്രസാദ്. ആവേശവുമുണ്ട്, അതുപോലെ ആത്മവിശ്വാസമുണ്ട്. ഇദ്ദേഹം ഇംഗ്ലീഷ് സംസാരിക്കാൻ നരേന്ദ്രമോദിയെ വളരെ ഇനി അപ്പോൾ ഈ ആത്മവിശ്വാസത്തിൻ്റെ പിറകിലുള്ള കാരണങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ബീഹാറിൻ്റെ ഒരു ജാതി മത സമവാക്യങ്ങൾ പരിശോധിച്ചാൽ അത് കുറേ കൂടി വ്യക്തമാവുമെന്ന് തോന്നുന്നു. എല്ലാ കാലത്തും എല്ലാ സംസ്ഥാനങ്ങളും ഉണ്ടെങ്കിൽ കൂടി ബീഹാറിൻ്റെ കാര്യത്തിൽ അത് വളരെ ശക്തമാണ്. ഇതാണ് ഇപ്പോൾ ലാലു പ്രസാദ് യാദവിൻ്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്കായി കരുതുന്നു 15%. അല്ല, ഒറ്റ നോട്ടത്തിൽ തന്നെ 24% മഹാപിന്നോക്കക്കാരുള്ള ഒരു പ്രദേശമാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇവരുടെ ഇടയിൽ വലിയ ഒരു സ്വാധീനം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് BJP ആ സോഷ്യൽ കോമ്പിനേഷൻ. ഇപ്പോൾ പ്രേംകുമാർ ഈ അതിപിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഈ പറയാതെ BJP ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നില്ല, മുഖ്യമന്ത്രി ആരാണെന്ന് പ്രഖ്യാപിക്കുന്നില്ല. പക്ഷേ ഈ വിഭാഗത്തെ ഒപ്പം നിർത്താൻ വേണ്ടി ഒരു സൈലന്റ് ക്യാമ്പയിൻ, മർമറിംഗ് ക്യാമ്പയിൻ പ്രേംകുമാർ മുഖ്യമന്ത്രി ആയേക്കും, ആ രീതിയിലുള്ള സൂചനകൾ അവർ നൽകിയിരുന്നു. അതുപോലെ ദളിത് വിഭാഗം 16% എന്ന് പറയുമ്പോൾ ജിതിൻ റാം മാഞ്ചി അവരുടെ ഒപ്പമുണ്ട്, അതോടൊപ്പം രാംവിലാസ് പാസ്വാനൊപ്പമുണ്ട്. മുസ്ലിം 17%. ഈ മുസ്ലിം 17%ൻ്റെ പ്രത്യേകത, ഇത് കുറേ തെരഞ്ഞെടുപ്പുകളിലായി 3 വിഭജിക്കപ്പെട്ടു പോയിരുന്നു. കൺസോളിഡേറ്റ് ചെയ്യാനുള്ള ശ്രമമാണോ ഒവൈസി? അതിനെ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് ഈ മഹാസഖ്യം നടത്തിയിരുന്നത്. എന്നാൽ ഈ ഒവൈസിയുടെ ഒരു സാന്നിധ്യം അവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നതായ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. മാത്രമല്ല, ഒവൈസിക്ക് പിറകിൽ നരേന്ദ്രമോദിയാണെന്ന രീതിയിലുള്ള വാർത്തകളും വന്നിരുന്നു. എന്തായാലും അത് വളരെ നിർണായകമായിരിക്കും. ഈ അവിടുത്തെ ഒരു പ്രത്യേകത, മുസ്ലിം പോപ്പുലേഷനിലെ ഒരു 10% പേരൊക്കെയാണ് സാധാരണ വോട്ട് രേഖപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇത്തവണ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് മുസ്ലിം സമുദായത്തിന് ഏറ്റവും നിർണായകമായ സ്വാധീനമുള്ള 5ാം ഘട്ടം നടക്കുന്ന സീമാഞ്ചൽ മേഖലയിലാണ്. കിഷൻഗഞ്ച്, ദർഭംഗ, മധുബനി എന്നിവിടങ്ങളിലെല്ലാം ഉയർന്ന പോളിംഗ് നടന്നു. 60% പോളിംഗ് അവിടെ നടന്നു ഈ മേഖലയിൽ. അപ്പോൾ ഏതോ ഒരു വിളിയെ മുസ്ലിം വിഭാഗം അവിടെ ശ്രദ്ധിച്ചിരിക്കുന്നു. അത് എന്താണ് എന്ന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴേ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു മറുവശം എന്ന രീതിയിൽ എത്ര കണ്ട് ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാകുന്നു അത്ര കണ്ട് ഭൂരിപക്ഷ കേന്ദ്രീകരണം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമവും മുതൽ ബ്രാഹ്മണർ വരെയുള്ള ആ ചേരിയെ ഒപ്പം നിർത്താനുള്ള വലിയ ശ്രമം നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഭൂമിഹാർ വിഭാഗത്തിന് നിർണായകമായ സ്വാധീനമുണ്ട്. അപ്പോൾ അവർ BJP മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പറയാതെ പറയുന്ന മറ്റൊരു പേര് രാജേന്ദ്ര സിംഗിൻ്റെയാണ്. അദ്ദേഹം ഈ അപ്പർ കാസ്റ്റിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ യാദവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ഇപ്പോൾ പറ്റ്ന സിറ്റിയിൽ നിന്നും മത്സരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവിനെ അവർ ആ രീതിയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നന്ദകിഷോർ യാദവ് ഇപ്പോഴത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം പറ്റ്ന ഈസ്റ്റിൽ നിന്നും മത്സരിക്കുന്നു. യാദവ് കേന്ദ്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെയാണ് ഉയർത്തി കാണിക്കുന്നത്. അപ്പോൾ ഓരോ പ്രത്യേക ജാതികൾക്കും ഓരോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന രീതിയിലുള്ള സൈലന്റ് ക്യാമ്പയിൻ അതാത് വിഭാഗങ്ങൾക്കിടയിൽ നടത്തിയിരുന്നു. ഇതാണ് ബീഹാറിൻ്റെ പൊതുവെയുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലം. എന്നാൽ ഇതെങ്ങനെ ഓരോ സഖ്യവും വിഭാവനം ചെയ്യുന്ന ജാതി സമവാക്യങ്ങളുണ്ട്. മഹാസഖ്യം എന്ന് നോക്കുക, അത് വളരെ വലിയൊരു സോഷ്യൽ കോമ്പിനേഷനാണ്. 67%. ഓരോ സഖ്യവും സത്യത്തിൽ ഒരു സാമുദായിക ഒരു ഐക്യവും കൂടിയാണ് സത്യത്തിൽ, അല്ലേ? അതിന് പുറകിൽ തീർച്ചയായിട്ടും അപ്പോൾ അതിപിന്നാക്കി 24%, മുസ്ലിം 17%, കുർമി കൊയ്രി. ഈ കുർമി എന്ന് പറഞ്ഞാൽ നിതീഷ് കുമാറിൻ്റെ ഒരു വോട്ട് ബാങ്കാണ്. ലാലു പ്രസാദ് യാദവിൻ്റെ വോട്ട് ബാങ്കാണ്. ഇതിനകത്ത് യാദവ, കുർമി, കൊയ്രി, മുസ്ലിം എന്നീ വിഭാഗത്തെ പരമാവധി യോജിപ്പിച്ച് നിർത്തി അനുകൂലമാക്കി മാറ്റാൻ മഹാസഖ്യത്തിന് സാധിക്കും. പക്ഷേ അതിപിന്നാക്കം എത്ര കണ്ട് ഇവരുടെ ഒപ്പം നിൽക്കുമെന്നത് ഇനിയും കാത്തിരുന്ന് കാണുക തന്നെ വേണം. എന്തായാലും 67%, ബീഹാർ ജനതയുടെ 67%-നെ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഒരു സഖ്യമാണ് മഹാസഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ മറുവശമാണ് NDA ആവട്ടെ, ഈ ഉപേന്ദ്ര കുഷ്വാഹയെയും ജിതിൻ റാം മാഞ്ചിയെയും രാംവിലാസ് പാസ്വാനെയും എല്ലാം ഒപ്പം നിർത്തുന്നതിൻ്റെ കാരണം ഇതാണ്. അതിപിന്നാക്കം 24%. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രേംകുമാർ BJPയുടെ നേതാവ്, മുഖ്യമന്ത്രി ആവാൻ സാധ്യത കൽപ്പിക്കുന്ന ഒരാൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഉപേന്ദ്ര കുഷ്വാഹ ഈ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ദളിത് 16%. 2 ശക്തരായ ദളിത് നേതാക്കൾ ജിതിൻ റാം മാഞ്ചിയും രാംവിലാസ് പാസ്വാനും അവർക്കൊപ്പമുണ്ട്. ബ്രാഹ്മണർ അവരുടെ പരമ്പരാഗത വോട്ട് ബാങ്ക് ഭൂമിഹാർ, നേരത്തെ പറഞ്ഞ പോലെ രാജേന്ദ്ര സിംഗ്, രജപുത്രർ 5%,
കായസ്ഥ 1%, ആകെ 55%. ഇതാണ് NDAയുടെ ഒരു സോഷ്യൽ കോൺഗ്രസ്. സത്യത്തിൽ ഇത് 55% ജനതയെ ലക്ഷ്യം വെച്ച് വരുന്നു. ഇത് ചേരാൻ ഒരു നിലയ്ക്കും സാമൂഹ്യമായി ചേരാൻ സാധ്യതയില്ലാത്ത രണ്ട് ചേരികളുടെ ഐക്യമായാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിപിന്നോക്കക്കാരും ദലിതരും. അവരുടെ സാമൂഹ്യ പിന്നോക്കാവസ്ഥയുടെ മുഴുവൻ മറുവശത്ത് നിൽക്കുന്ന പുരോഹിതർ മുതൽ പടയാളികളടക്കം ജന്മികളടക്കമുള്ള ആളുകളെ ഒരുമിപ്പിച്ച് നിർത്താനുള്ള ഒരു ശ്രമം. BJPയുടെ പ്രസിദ്ധമായ ആ കോമ്പിനേഷൻ ഉത്തർപ്രദേശ് മുതൽ എല്ലായിടത്തും ഹിന്ദി ഹൃദയഭൂമിയിലാകെ അവർ പയറ്റിയത് ഒരുപക്ഷെ ഇപ്പോൾ കേരളത്തിൽ പോലും അവർ ഇറക്കാൻ ശ്രമിക്കുന്ന ഒരു തന്ത്രം, അതേ തന്ത്രം തന്നെയാണ് ഇവിടെ NDAയുടെ ഒരു രസതന്ത്രമായി മാറുന്നത്. തീർച്ചയായിട്ടും ഇത് അമിത്ഷാ, നരേന്ദ്രമോദി അമിത്ഷായെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇപ്പോഴല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഓരോ സംസ്ഥാനത്തിലെയും ജാതി സമവാക്യങ്ങൾ കൃത്യമായി പഠിച്ച് അതിനനുസൃതമായ തന്ത്രങ്ങൾ പയറ്റാൻ അദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നു. വലിയ PR ഏജൻസികളെ കൊണ്ട്, റിസർച്ച് ഏജൻസികളെ കൊണ്ടാണ് ഇതിൻ്റെ പരീക്ഷണം, അതിൻ്റെ ഗവേഷണവും കേന്ദ്രീകരണവും എല്ലാം നടത്തിയിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ് കൃത്യമായി നടത്തിയിരുന്നത്. മാത്രമല്ല, ബീഹാറിൻ്റെ ഒരു പ്രത്യേകത, കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ ഈ പൊട്ടിത്തെറിക്കാത്ത രീതിയിലുള്ള പ്രാദേശിക തലത്തിലുള്ള ഏതാണ്ട് 40ഓളം ചെറിയ കലാപങ്ങൾ, സാമുദായിക സംഘർഷങ്ങൾ അവിടെ നടന്നിരുന്നു. ഈ മുസഫർ നഗറിലെല്ലാം നടന്നതുപോലെ, മറ്റ് സംസ്ഥാനങ്ങൾ ദാദ്രിയിൽ നടന്നതുപോലെ അത്തരത്തിലുള്ള ഒരു 40ഓളം ചെറുതും വലുതുമായ സംഘർഷങ്ങൾ അവിടെ നടന്നിരുന്നു. അതെല്ലാം തന്നെ ഈ സോഷ്യൽ കോമ്പിനേഷൻ BJPക്ക് അനുകൂലമായി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണെന്നുള്ള വാർത്തകളും വിമർശനങ്ങളും ഉണ്ടായിരുന്നു. ഇതെല്ലാം എത്ര കണ്ട് ഫലം ചെയ്യുന്നത് കാത്തിരുന്ന് കാണുക തന്നെ വേണം. എന്തായാലും പ്രേക്ഷകർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഞങ്ങൾ ഈ ചർച്ചയ്ക്കുള്ളിൽ പറഞ്ഞത്. എല്ലാ കാലത്തും രാഷ്ട്രീയം പലതരത്തിലുള്ള കൗശലങ്ങളുടെ പ്രയോഗവേദിയായിരുന്നു. പലപ്പോഴും മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കുന്നത് പരസ്യ വിദഗ്ധർ ഒക്കെ ആയിരുന്നു എന്നത് ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഇന്ത്യയിൽ തന്നെ പരമ്പരാഗത കാലത്ത് ജനപ്രിയമായ പല മുദ്രാവാക്യങ്ങളും ഉണ്ടാക്കിയത് പോലും പരസ്യ വിദഗ്ധരാണ് എന്ന തരത്തിലുള്ള അനുഭവങ്ങളും നമുക്ക് മുമ്പിലുണ്ട്. അതും കടന്ന് പരസ്യ സ്ഥാപനങ്ങൾ തന്നെ, അതുപോലെ തന്നെ PR ഏജൻസികൾ തന്നെ പ്രൊഫഷണൽ രീതിയിൽ സംഘടിപ്പിക്കുന്ന ഒരു സാമൂഹ്യ വൃത്തിയായി രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ അമേരിക്കയിലൊക്കെ നടക്കുന്നു എന്ന് നമ്മൾ പറയുന്നത് പോലെ പരസ്യ സ്ഥാപനങ്ങളുടെ ഏറ്റുമുട്ടലാണ് സത്യത്തിൽ, PR ഏജൻസികളുടെ ഏറ്റുമുട്ടലാണ് സത്യത്തിൽ രാഷ്ട്രീയത്തിൽ വരുന്നത്. സമൂഹത്തിൽ ഉണ്ടാകുന്ന സംഘട്ടനങ്ങളും അതുപോലെ തന്നെ കലാപങ്ങളും പോലും ഇതിൻ്റെ ഭാഗമാണ്. ഒരു പരസ്യ പദ്ധതി, ഒരു PR ഏജൻസിയുടെ പദ്ധതി നടപ്പാക്കാനുള്ള ഒന്നായി രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ പോലും എന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഞങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഇതിന് ഫലസിദ്ധി ഉണ്ടാവില്ല എന്ന് പറയാൻ കഴിയില്ല. അതിൻ്റെ ഫലസിദ്ധി എത്രമാത്രമുണ്ട് എന്നുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ PR വൽക്കരണം, അതിൻ്റെ ഒരു വിജയസാധ്യത കൂടി പരാജയ സാധ്യത കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്നത് മനസ്സിൽ രേഖപ്പെടുത്തി വെക്കുക. തുടരുക രാജേന്ദ്രൻ. നമ്മൾ ആ UP ഇവരുടെ മഹാസഖ്യത്തിൻ്റെ സാമൂഹ്യ സൂചികൾ കാണിച്ചാൽ ഒരു കാര്യം നമുക്ക് ഇപ്പോഴത്തെ ദാദ്രി സംഭവവുമായി ബന്ധപ്പെടുത്തി പറയാൻ സാധിക്കും. മഹാസഖ്യത്തിലേക്ക് ഒന്ന് തിരിച്ചു പോവുകയാണെങ്കിൽ, കാരണം അത് പൊതുവെ മഹാസഖ്യത്തിൻ്റെ വളരെ വ്യക്തമാണ്. ഒന്ന് മുസ്ലിം യാദവ, ഇതാണ് ഈ ലാലുവിൻ്റെ ഒരു വോട്ട് ബാങ്ക്. അതെ. അപ്പോൾ ഇതിനകത്ത് ഈ ദാദ്രി സംഭവം നിർണായകമാവുന്നത്, ദാദ്രിയിൽ വളരെ ആസൂത്രിതമായ രീതിയിലാണ് ഈ ഒരു ബീഫ് ഇഷ്യൂയുമായി ബന്ധപ്പെടുത്തി ഒരാളെ കൊലപ്പെടുത്തിയതെന്നും എന്ന വിമർശനമുണ്ട്. അതിൻ്റെ കാരണം ഈ മുസ്ലിം യാദവ് എന്നത് പരമ്പരാഗതമായി ഒരുമിച്ച് നിൽക്കുന്നവരാണ്. അത് ഉത്തർപ്രദേശിലും അതെ, ഇവിടെ ബീഹാറിലും അതെ. അത് ഉത്തർപ്രദേശിലാവട്ടെ മുലായം സിംഗ് യാദവിൻ്റെ വോട്ട് ബാങ്കാണ്, ബീഹാറിലാവട്ടെ ലാലുവിൻ്റെ വോട്ട് ബാങ്കാണ്. ഇവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു പ്രചാരണ ഘട്ടത്തിൽ അവിടെ കഥാപാത്രമായി വരുന്നതും. ഈ ആ വിഷയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചാരണോപാധിയായി നരേന്ദ്രമോദിയും അമിത്ഷായും പശുവിറച്ചിയെ കുറിച്ചുള്ള ലാലുവിന്റെ പരാമർശം, നമുക്ക് ആ ഒരു പരാമർശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഈ ദാദ്രി സംഭവം നടന്നതിന് ശേഷം ലാലു പ്രസാദ് യാദവിനോട് മാധ്യമപ്രവർത്തകർ പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വസ്തുതയുണ്ട്. അത് നമുക്ക് അതിലേക്കൊന്ന് പോവുകയാണെങ്കിൽ കുറെ കൂടി വ്യക്തമാവും. पेनलाइज करना चाहता है बीफ
जो खाता है, हिंदू में नहीं खाता क्या बीफ? जो बाहर जाता है बीफ खा रहा है कि नहीं? हिंदुस्तान में भी तो बीफ खा रहा है, अपने को हिंदू कहने वाला भी तो खा रहा है. ഇത് ഇദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഹിന്ദുക്കളും കഴിക്കാറുണ്ട്. പ്രത്യേകിച്ച് ബീഹാറിലെ ഈ പൂർണിയ, കിഷൻഗഞ്ച്, ഗയ, വൈശാലി തുടങ്ങിയ നഗരങ്ങളിലെല്ലാം പോയി കഴിഞ്ഞാൽ അവിടെ പല കടകളിലും ബീഫ് കിട്ടും. അതാണ് അദ്ദേഹം ഈ ആധികാരികമായി ഹിന്ദുക്കളും കഴിക്കാറില്ല എന്ന് ചോദിച്ചത്. പക്ഷെ അതിനെ മോഡിയുടെ അതിനോടുള്ള അതായത് ഇങ്ങനെ ഒരു പരാമർശം, ലാലു ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നത് മോഡി കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് മോദിയുടെ മറുപടി കണ്ടു കഴിഞ്ഞാൽ വ്യക്തമാവും. चुनाव आते हैं जाते हैं, लेकिन आप ये मत भूलिए, यही यदुवंश के लोग थे जो आपके साथ खड़े रहे थे और तब जाकर के आपको सत्ता के सिंहासन तक जाने का अवसर मिला था. जो गंभीर आरोप उन्होंने लगाया है कि यदुवंशी क्या खाते हैं, का अपमान है कि नहीं भाइयों? ये बिहार का अपमान है कि नहीं? പക്ഷേ ബി ജെ പിക്ക് ഇതിനിടയ്ക്ക് പറ്റിപ്പോയൊരു അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ പറ്റിപ്പോയൊരു അബദ്ധമെന്ന് പറയുന്നത്, അബദ്ധമല്ല, സോഷ്യൽ എഞ്ചിനീയറിംഗിൽ പറ്റിപ്പോയൊരു തിരിച്ചടി എന്ന് പറയുന്നത് ഈ അവരുടെ ആ ഇവരുടെ എൻ ഡി എയുടെ ആ ഒരു ജാതി സമവാക്യ കാർഡ് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. എൻ ഡി എയുടെ ജാതി സമവാക്യ കാർഡ്, അതിനകത്ത് അവരേറ്റവും കൂടുതൽ ഒപ്പം നിൽക്കുമെന്ന് കരുതിയൊരു വിഭാഗം ദളിതാണ്. ഒരു 16% ദളിതുണ്ട്. അത് ബി ജെ പിക്കകത്തുള്ള ദളിതർ, ജിതിൻ റാം മാഞ്ചി HIM പിടിക്കുന്ന ദളിത് വോട്ടുകൾ, രാംവിലാസ് പാസ്വാന്റെ ദളിത് വോട്ടുകൾ, ഇതും മൂന്നും കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ ഈ 16% 12 മുതൽ 13% വരെ വോട്ടുകൾ സുരക്ഷിതമാണ് എന്നാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ ഇതിനിടയിലാണ് VK സിംഗിൻ്റെ ആ ഒരു പ്രസ്താവന വന്നത്. അതിൻ്റെ പശ്ചാത്തലം അറിയാമല്ലോ. ഹരിയാനയിലെ 2 ദളിത് കുട്ടികളെ ഉയർന്ന ജാതിക്കാർ ചുട്ടുകൊല്ലുന്നു. ആ സംഭവം കത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് VK സിംഗിന്റെ ഈ പ്രസ്താവന, പട്ടി പരാമർശം. उसके ऊपर इंक्वायरी चल रही है. परिवारों के बीच में मतभेद था, वो मतभेद किस रूप में परिवर्तित हुआ, कहां पर इंतजामिया का फेलियर है, एडमिनिस्ट्रेशन का, उसके बाद फिर सरकार के ऊपर आते हैं. तो हर चीज के अंदर कि जी वहां पे उसने पत्थर मार दिया कुत्ते के तो सरकार जिम्मेवार है. അതായത് പട്ടിയെ കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ എങ്ങനെ ഉത്തരവാദി എന്നാണ് ഇദ്ദേഹം ഈ പ്രസ്താവന നടത്തിയതിന് ശേഷം ആദ്യം VK സിംഗിനെതിരെ രംഗത്ത് വന്നത് ഒന്ന് രാംവിലാസ് പാസ്വാനും മറ്റൊന്ന് ജിതിൻ റാം മാഞ്ചിയുമായിരുന്നു. അവർക്ക് വരേണ്ടി വന്നു. പ്രത്യേകിച്ച് 2-3 ഘട്ടം വോട്ടെടുപ്പ് നടക്കുന്ന ആ മേഖല, അവിടെ വലിയ ഒരുപാട് സീറ്റുകളുള്ള മേഖലയാണ്. അവിടെ ഇത് നിർണായകമായ സ്വാധീനം ചെലുത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഇവരുടെ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ പറ്റിപ്പോയ ഏറ്റവും വലിയൊരു അബദ്ധമെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയാണ്. VK സിംഗ് രാഷ്ട്രീയക്കാരനല്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ എത്ര സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചില്ല. അതാണ് രാജേന്ദ്രൻ ഇപ്പോൾ പറഞ്ഞത്. ഞങ്ങൾ ഈ ഘട്ടത്തിൽ പരാമർശിച്ച് നിർത്തിയത് വളരെ പ്രധാനമാണ്. ബീഹാറിലെ തെരഞ്ഞെടുപ്പുകളിൽ ഏതൊക്കെ സാധാരണ വിഷയങ്ങളാണ് ഏറ്റുമുട്ടിയിരുന്നത് എന്നതിൻ്റെ വളരെ പെട്ടെന്നുള്ള ഒരു ഉദാഹരണ കാഴ്ചയാണ് ഞങ്ങളിപ്പോൾ നടത്തിയത്. ഓരോ പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പ് വിഷയമായി വാടുന്ന വിധം സാമൂഹ്യ അവബോധം പ്രകടിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. അതിൽ ചിലതെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി തന്നെ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായി സൃഷ്ടിച്ചതാണോ എന്ന സംശയം പോലും ഉണ്ടായി. എന്തായാലും ബീഫ് എന്ന പ്രശ്നം, ഒപ്പം തന്നെ ദലിത് ഹത്യ ഒക്കെ അവിടെ പരാമർശ വിഷയമായി. ഇങ്ങനെ പ്രശ്നതീക്ഷ്ണമായ പ്രചാരണത്തിൽ പരസ്പരം വിവിധ ചേരികളും നിലപാടുകളും ഏറ്റുമുട്ടിയ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വൈകാരിക നില വളരെ ഉയർന്നതാണ്. അത്തരത്തിൽ തന്നെയാണ് ജനങ്ങളുടെ പ്രതികരണം ഉണ്ടായത്. നമ്മൾ ഇതിൻ്റെ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ കണ്ടു. ബീഹാറിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ജനകീയ പങ്കാളിത്തമുള്ള ഒരു തെരഞ്ഞെടുപ്പ്, സ്ത്രീകളുടെ പങ്കാളിത്തം, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഒരു കാൽഭാഗത്തിലേറെ പേരും അക്ഷരം പോലും അറിയാത്തവരാണ് എന്നതാണ് ഇപ്പോഴും ബീഹാറിൻ്റെ സ്ഥിതി. അത് 4ാം ഘട്ട പ്രചാരണ വേളയിൽ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾ വൻതോതിൽ വോട്ട് ചെയ്യാൻ വരികയാണെന്ന് അത് എല്ലാവരും തിരിച്ചറിഞ്ഞു. അപ്പോൾ അതോടുകൂടി നരേന്ദ്രമോദിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം, അദ്ദേഹം റാലികൾ ചോദിച്ചിരുന്ന ഒരു ചോദ്യം, സ്ത്രീകളെ നിങ്ങളിൽ എത്ര പേർക്ക് എഴുതാനറിയാം? ഞാനൊരു സ്ത്രീയെ കണ്ടിട്ട് അവരുമായി സംസാരിച്ചപ്പോൾ അവർക്ക് അവരുടെ പേര് പോലും എഴുതാൻ അറിയില്ല.
ബീഹാറിൻ്റെ പിന്നാക്കാവസ്ഥ, അതും ഈ സ്ത്രീകളുടെ ഒരു സാന്നിധ്യം കൂടുതലായി തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ രീതിയിലേക്ക് മോദി മാറാനുള്ള ഒരു കാരണവും ഈ സ്ത്രീകൾക്കിടയിലുള്ള ഒരു ആവേശമാണ്. അപ്പോൾ 53% ഇപ്പോഴും 53.53% ഇപ്പോഴും സ്ത്രീ സാക്ഷരത. സ്ത്രീ പുരുഷാനുപാതം 918 വളരെ കുറവാണ്. ദാരിദ്ര്യം 33%. പക്ഷേ ഈ ദാരിദ്ര്യം 33% എന്നത് മുൻ ആസൂത്രണ കമ്മീഷന്റെ വളരെ വിവാദമായ മാനദണ്ഡമാണ്. അത് നമുക്കറിയാം. BPL, APL എല്ലാം തന്നെ ഈ അതിനകത്ത് ഇപ്പോൾ BPL-ൽ അംഗങ്ങളായ കുടുംബങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിനായി മുൻ ആസൂത്രണ കമ്മീഷൻ മുന്നോട്ട് വെച്ച കണക്കുകളാണ്. അതിനെ നമുക്ക് ഒരിക്കലും ഇതിൻ്റെ ഒരു 33% എന്നുള്ള ആ ഒരു കണക്കിനകത്ത് ഒതുക്കി നിൽക്കാൻ പറ്റില്ല. ഇന്നത്തെ ഒരു ജീവിത സാഹചര്യം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ബീഹാറിൻ്റെ ദാരിദ്ര്യം ഇതിലും കൂടുതലാണ്. വളർച്ചാ നിരക്കിൻ്റെ കാര്യത്തിലാണ് ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കാണ്, 14.48%. ഇതാണ് നിതീഷ് കുമാറിന്റെ ഏറ്റവും വലിയൊരു നേട്ടം. അതിൻ്റെ അകത്ത് വളർച്ചാ നിരക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഈ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഇപ്പോൾ ഒരു 10 വർഷം മുമ്പുള്ള ബീഹാറിൽ നിന്ന് ഇന്നത്തെ ബീഹാറിന് വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യം, അതുപോലെ വിദ്യാഭ്യാസം, അതുപോലെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ കാര്യത്തിലായാലും ഈ നിതീഷ് കുമാറിന് ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റും അത് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിനെ മുന്നിൽ നിർത്തി മത്സരിക്കാനുള്ള കാരണവും ഇത് തന്നെയാണ്. ലാലു പ്രസാദ് യാദവ് ബോധപൂർവ്വം ഒന്ന് പിറകോട്ട് മാറി നിൽക്കാനുള്ള കാരണവും ഇത് തന്നെയാണ്. അത് മഹാസഖ്യത്തിൽ അങ്ങനെയാണ് ഉണ്ടായത്. ഇപ്പോൾ രാജേന്ദ്രൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ, ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രമാണ് സത്യത്തിൽ മോഡി എന്ന പുതിയ പ്രതീകത്തിൻ്റെ, മോദി എന്ന BJP-യുടെ രാഷ്ട്രീയ നേതൃപ്രതീകത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി അതിൻ്റെ വികസനോന്മുഖതയാണ്. ലോക നിലവാരത്തിലേക്ക് ഇന്ത്യയെ എത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം, ഒരു നേതാവ് എന്നതാണ് മോദിയെക്കുറിച്ചുള്ള ആ പരിവേഷം. ആ പരിവേഷം ഒരു ബീഹാറി കോണ്ടസ്റ്റിൽ കൂടുതൽ ഇണങ്ങുക നിതീഷ് കുമാറിനാണ് എന്നതാണ്. ഒരേ ഛായയുള്ള രണ്ട് പേർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ്. ശത്രുവിന് ആരാണ് ശത്രു, ആരെയാണ് എതിർക്കേണ്ടത് എന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഒരേ ആയുധങ്ങൾ വെച്ച് രണ്ട് കൂട്ടരും ഏറ്റുമുട്ടുന്നു.